എല്ലാവരും വൈക്കത്തഷ്ടമി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ? ഞാനും കേട്ടിട്ടുണ്ട് വൈക്കത്തഷ്ടമി. അങ്ങനെ കേട്ടറിവ് മാത്രമുള്ള ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി ഞങ്ങളും ഇവിടേക്ക് പോകാന്ന് പറഞ്ഞപ്പം ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ക്യൂ ഉണ്ടെന്ന് ഞാൻ ഒരു വേറൊന്നുമല്ല. നമുക്ക് ഈ വഴി കൂടെ ബോട്ട് പാർക്ക് മാത്രം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ. വേറെ ഏതൊക്കെയോ വഴിയുണ്ട്, അത് പക്ഷെ കുറച്ചുകൂടെ ദൂരം. അങ്ങനെ ഞങ്ങളും അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ട് ഒരു വഴിയുടെ ഓരം പിടിച്ചങ്ങ് നിന്നു. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ആദ്യമായിട്ടാണ് വൈക്കത്തഷ്ടമി കാണാൻ വരുന്നത്. എത്ര മണിക്ക് നമ്മളിവിടെ എത്തി? 8 മണി. അപ്പം നിൽക്കാൻ തുടങ്ങിയ ക്യൂ ആണ്. അയ്യോ, ഇങ്ങനെ ഞാൻ ക്യൂ നിന്നിട്ടില്ല. ഇത്രയും വലിയൊരു ക്യൂ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. 9:30 മുന്നേ ആയിരുന്നെങ്കിൽ 6 രൂപ ഉണ്ടായിരുന്നുള്ള ടിക്കറ്റ്. ഇതിപ്പോൾ 9:30 കഴിഞ്ഞുകൊണ്ട് 20 രൂപയാണ് പെർ ഹെഡ്. അങ്ങനെ കുറച്ച് നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മൾ വൈക്കം എത്തി ഗൈസ്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഏത് ഉത്സവത്തിന് പോയാലും കോളിഫ്ലവർ ബജ്ജി കഴിക്കണം. ആക്ച്വലി നമ്മൾ അമ്പലത്തിലൊന്നും കയറിയില്ല. കടകളിലെ സാധനങ്ങളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് സാധനം പാനിപ്പൂരി കണ്ടത്. ഓടി അങ്ങോട്ട് പോയിട്ട് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. അവിടെ നിന്ന് പിന്നെ അബിയുടെ 2 കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കരിക്ക് ഷേക്കും കൂടെ കുടിച്ചു. വലിയ സുഖമൊന്നും ഉണ്ടായില്ല. പിന്നെയും ബാക്ക് ടു നടത്താം. നമ്മൾ പോയത് റൈഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അപ്പോഴാണ് ഇത് പരുന്താണ് കഴുകനാണോ? ഇത് ദിനോസറാന്ന് എനിക്കറിയാം. ഇത് ദിനോസറിന്റെ. അങ്ങനെ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം അടുത്ത റൈഡ്സ് ഉള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു അവതാറിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടേക്ക് ഒരു എൻട്രി ഉണ്ട്. 60 റുപ്പീസാണ് പെർ ഹെഡ്. ഹായ്, ഫുള്ള് നീലമയം. ഇതിൽ അവതാർ മൂവിയിലുള്ള കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെയാണ്. സ്റ്റാച്യൂസ് അല്ല, അതിനകത്ത് അവിടെ കാണിക്കുന്ന നേച്ചറും കാര്യങ്ങളൊക്കെ അവരുടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി കാണാനായിട്ട്. ലൈറ്റിങ്ങും ഇതിൻ്റെ അകത്തും നല്ല ക്രൗഡായിരുന്നു. നടക്കാനാണെങ്കിലും നല്ല തിരക്കായിരുന്നു. ദേ അവതാറിലെ ആ ചേച്ചി. അങ്ങനെ അതിനകത്ത് നേരെ പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത്. വേറെ ഒന്നല്ല, അവിടെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും പുള്ളിക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കും. then നമ്മൾ നേരെ എത്തിയത് റൈഡൊക്കെ ഉള്ള സ്ഥലത്താണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ വള്ളിയൂർക്കാവ് ഉത്സവം തന്നെയാണ്. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അതിന് മാത്രം ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ക്യൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗെയിമിലേക്കാണ് പോയത്. റിംഗ് ആയിരുന്നു. റിംഗ് എറിഞ്ഞിട്ട് സാധനം മേടിച്ചതായിരുന്നു ഗെയിം. അത് അബിയാണ് പങ്കെടുത്തത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ.